ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. നമ്മുടെ ഇന്നത്തെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ഇടുകയും ചെയ്യണം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി AB is equal to 24 centimeter, BC is equal to 7 centimeter. Determine sin A, cos A, sin C, cos C. ഇത് നമുക്ക് സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇനി ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്നാണ്. ആദ്യമേ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. അതിന് നമുക്ക് നെയിം കൊടുക്കാം എ ബി സി അല്ലേ. ഇത് നമ്മൾ പറഞ്ഞ റൈറ്റ് ആംഗിൾ അറ്റ് ബി 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ ഹൈപ്പോട്ടനസ് ആവുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന സൈൻ എ ആംഗിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് എ ബി സിക്ക് 24 തന്നിട്ടുണ്ട് അവര്. ബി സി ഇസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ എ ആണ്, നമുക്ക് സൈൻ എ കോസ് എ ആണ്ട് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ബി സി ആണ്. അതുകൊണ്ട് അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എ ബി എന്ന് പറയുന്ന ഇതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് കിടക്കുന്നതാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റന്റ് സൈഡ്. പിന്നെ വരുന്നത് അപ്പം നമുക്കിത് എന്താണെന്ന് നോക്കാം. പിന്നെ സൈൻ എ കോസ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. സൈൻ എ എന്താണ്? സൈൻ എ ഇസ് ഈക്വൽ ടു നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ, നമ്മൾ നേരത്തെ കണ്ടു ഒരു ട്രിക്ക് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്, OAO ഡിവൈഡ് ബൈ HHA. ഇത് നമ്മൾ ഒന്ന് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എപ്പോഴും തെറ്റായി ചെയ്യാൻ പറ്റൂ. സൈന് കോസ് ടാന് അല്ലേ, നമ്മൾ പറഞ്ഞു തന്നാണിത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ. ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്, അതാണ് ബി സി. പിന്നെ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടില്ല നമുക്ക്. ഹൈപ്പോട്ടനസ് എ സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് തന്നിട്ടില്ല അല്ലെ. ബി സി നമുക്ക് തന്നിട്ടുണ്ട്, എന്താണ് 7 സെന്റിമീറ്റർ ആണ്. എ സി നമുക്ക് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. എ സി എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് എ സി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പൈതഗോറസ് സിദ്ധാന്തം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണ്? എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലെ. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി അഡ്ജസ്റ്റന്റ് സൈഡ്, അത് 24 സ്ക്വയർ പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഏതാണ്? 7 സ്ക്വയർ. 24ന്റെ നമുക്ക് സ്ക്വയർ റൂട്ട് അറിയാം, നമുക്ക് 576. 24 × 24 മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. ഏകദേശം സ്ക്വയർ റൂട്ട് 25 വരെ നമ്മൾ ഒന്ന് ബൈഹാർട്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 49. അപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും, ടൈം ലാഭിക്കാം. അപ്പൊ 576 പ്ലസ് 49 നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 576 49 625 വരും അല്ലെ. 625 എ സി സ്ക്വയർ ആണ് 625 എന്ന് വരുന്നത്. therefore എ സി is equal to എന്താണ്? 25. സ്ക്വയർ റൂട്ട് ഓഫ് 625 is equal to 25 എന്ന് വരും. അപ്പൊ നമുക്ക് എ സിയും കിട്ടിക്കഴിഞ്ഞു. ഇതിന്റെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 25 കിട്ടി അല്ലെ. ഇനി നമുക്ക് എ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. 7 ഡിവൈഡ് ബൈ എ സി എന്ന് പറഞ്ഞാൽ എത്രയാ? 25. ഇത്ര സൈനെ എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. ഇനി കോസ എന്താന്ന് കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാ വാല്യൂവും കിട്ടിക്കഴിഞ്ഞു, ഇനി കോസ എന്താന്ന് മാത്രം കണ്ടുപിടിച്ചാൽ. കോസ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസ്റ്റന്റ് സൈഡ് തന്നെ 24 അല്ലെ. 24 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് 25. അപ്പൊ നമുക്ക് സൈനെ കോസയുടെ വാല്യൂ കിട്ടും. സൈനെ എന്താണ്? 7/25. കോസ എന്താണ്? 24/25. അപ്പൊ ഇത് കിട്ടിയതിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് ഫിനിഷ് ചെയ്തു. പിന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട്. സെക്കൻഡ് പാർട്ടിനകത്ത് എന്താണ്? സൈൻ സി കോസ് സി അല്ലെ. സൈൻ സി കോസ് സി. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്?
ഇവിടെ ഇതിന്റെ എ അല്ല ആംഗിള് ഇവിടെ എന്താ വരുന്നത് സി ആയിട്ട് വരും. സി വരുമ്പോഴത്തേക്കും എ എന്ന് പറയുന്നത് അതായത് സി ആയിട്ട് ആംഗിൾ വരും. എ അല്ല, നേരത്തെ സൈൻ എ ആയതുകൊണ്ടാണ് ആംഗിൾ എ എടുത്തത്. നമുക്ക് സൈൻ സി ആണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്, സിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരും. ഇതെന്തായിട്ട് വരും? ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വരും. പിന്നെ സിയുടെ അഡ്ജസന്റ് ആയിട്ട് കിടക്കുന്നത് അഡ്ജസന്റ് സൈഡ് ആയിട്ടും വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. കാരണം വെച്ചാൽ സി എന്ന് പറയുന്ന ആംഗിൾ എടുക്കുമ്പോൾ അതിനെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എ ബി എന്നും ഇത് അഡ്ജസന്റിലും കിടക്കുന്നത്. അപ്പൊ നമുക്ക് സൈൻ സി എന്താന്ന് നോക്കാം. സൈൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈനിന്റെ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്താണ്? നമുക്കിപ്പം എ ബി, ഓപ്പോസിറ്റ് സൈഡ് എ ബി, ഹൈപ്പോട്ടന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 20 ബി സി അല്ല എ സി, സോറി എ സി ഇസ് ഈക്വൽ ടു 24/25. 24/25 ഇതാണ് നമുക്ക് സൈൻ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോസി നോക്കാം. കോസി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ഏതാണ്? ബി സി. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ സി ഇസ് ഈക്വൽ ടു ബി സി എത്രയാണ്? 7 ഡിവൈഡ് ബൈ എ സി. എ സി എന്ന് പറയുന്ന 25. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ നേരത്തെ സൈൻ എ കോസിയുടെ വാല്യൂ കണ്ടുപിടിച്ച്, ഇപ്പൊ സൈൻ സി കോസിയുടെ വാല്യൂ കണ്ടുപിടിച്ച. സൈൻ സി എന്ന് പറയുന്ന ആംഗിൾ സി ആവുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഓപ്പോസിറ്റ് ആവുന്നു, അഡ്ജസന്റ് കിടക്കുന്ന അഡ്ജസന്റ് ആവുന്നു. അത് കണക്ക് അതിന്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവുന്നു. സൈൻ സി എന്ന് പറയുന്നത് 24/25, കോസ് സി എന്ന് പറയുന്നത് 7/25. അപ്പം ഇത് രണ്ട് വാല്യൂം ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പം ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം എല്ലാവർക്കും നന്ദി.